ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അബൂലഹബിന് നരകത്തിൽ വെച്ചുകൊണ്ട് ഒരു പാനീയം എല്ലാ തിങ്കളാഴ്ചയും കിട്ടുന്നുണ്ട് എന്ന്. അത് കിട്ടാനുള്ള കാരണം തൻ്റെ അടിമയായ സുവൈബത്തിനെ മോചിപ്പിച്ചത് കൊണ്ടാണ്. അത് സുവൈബത്തിനെ മോചിപ്പിക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വാർത്ത, ജന്മം കൊണ്ട വാർത്ത, അബൂലഹബിനെ ഈ സന്തോഷ വാർത്ത സുവൈബത്ത് അറിയിച്ചപ്പോൾ അതിൽ സന്തോഷം കൊണ്ട് അബൂലഹബ് തൻ്റെ അടിമയായ സുവൈബത്തിനെ മോചിപ്പിച്ചു. ഇങ്ങനെ മോചിപ്പിച്ചത് കാരണമായിട്ടാണ് അബൂലഹബിന് നരകത്തിൽ വെച്ചുകൊണ്ട് ഒരു പാനീയം കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് ഇമാമിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവും മൗലിദാഘോഷവും നബിദിനാഘോഷവും കൊണ്ടാടാമെന്നും തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. കാരണം സുവൈബത്തിനെ അബൂലഹബ് മോചിപ്പിക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവാർത്ത, ആ സന്തോഷ വാർത്ത അബൂലഹബിനെ അറിയിച്ചതുകൊണ്ടാണ്. ആ അബൂലഹബ് അത് സന്തോഷ വാർത്തമായിട്ട് അബൂലഹബ് തൻ്റെ സുവൈബത്തിനെ മോചിപ്പിക്കുകയാണ്, അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയാണ്. പിന്നീട് ആ അബൂലഹബ് മരിച്ചുപോയി. മരിച്ചതിന് ശേഷം തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അബൂലഹബിനെ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുക്കുമ്പോൾ അബൂലഹബ് ചോദിക്കുമ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും എനിക്കിങ്ങനെ ഒരു പാനീയം കിട്ടാറുണ്ട് എന്ന് ബുഖാരി അടക്കമുള്ള ഹദീസിൽ കാണാൻ കഴിയും. ബുഖാരി അടക്കമുള്ള ബുഖാരിയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും എല്ലാത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതിനെപ്പറ്റി നമ്മൾ തൊട്ടു മുന്നേ ഒരു വീഡിയോ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെ ഇത് നമ്മുടെ ഉലമാവ്, ഈ ഹദീസും ഈ സംഭവമെല്ലാം നമ്മുടെ ഉലമാവ് നബിദിനാഘോഷം, മൗലിദ് നടത്തൽ, അതിനെല്ലാം തെളിവായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാം എന്നതിനും ഈ ഹദീസ് തെളിവായിട്ട് നമ്മുടെ ഉലമാവ് ഉദ്ധരിക്കാറുമുണ്ട്. അതോടൊപ്പം ഹിജ്റ 842 വഫാത്തായ നാസുറുദ്ദീൻ അദ്ദിമഷ്കി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, ആ മഹാനവറുകൾ, ആ ഇമാം, അദ്ദേഹത്തിൻ്റെ അൽ മൗരിദു സ്വാദി ഫി മൗലിദിൽ ഹാദി എന്ന് പറയുന്ന കിതാബിൽ ഈ സംഭവം കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താ, ഖദ് സ്വഹ അന്ന അബാ ലഹബിൻ യുഖഫഫ അൻഹു അദാബുൻ നാരി ഫി മിസ്ലി യൗമിൽ ഇസ്നൈനി ലിഇഅതാഖിഹി സുവൈബത സുറൂറൻ ബിമീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം ഹിജ്റ 842 വഫാത്തായ മഹാനാണ്. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ആ ജന്മം സന്തോഷ വാർത്ത അറിയിച്ചതുകൊണ്ട് സുവൈബത്തിനെ മോചിപ്പിച്ചു. എന്തുകൊണ്ട്? സുറൂറൻ ബി മീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിലെ സന്തോഷം കൊണ്ടാണ് അബൂലഹബ് സുവൈബത്തിനെ മോചിപ്പിച്ചത്. അങ്ങനെ സുവൈബത്തിനെ മോചിപ്പിച്ചത് കാരണമായിട്ട് സന്തോഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷം കിട്ടിയ സന്തോഷം പ്രകടന കാരണമായിട്ടാണ് അബൂലഹബ് സുവൈബത്തിനെ മോചിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് അബൂലഹബിന് നരകത്തിൽ വെച്ചുകൊണ്ടൊരു പാനീയം ലഭിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹിജ്റ 842 വഫാത്തായ നാസിറുദ്ദീൻ അദ്ദിമഷ്കി തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദാകാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദ അതാ അന്നഹു ഫി യൗമിൽ ഇസ്നൈനി ദായിമൻ യുഖഫഫൻഹു ലിസുറൂരി ബി അഹ്മദ. നബി സല്ലല്ലാഹു ഈ ബൈത്തിന് ആശയം അങ്ങനെ തന്നെയാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും അബൂലഹബിന് ഒരു പാനീയം ലഭിക്കുന്നുണ്ട്, നരകത്തിൽ വെച്ചുകൊണ്ട് ഒരു പാനീയം ലഭിക്കുന്നുണ്ട്. കിട്ടാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചത് കാരണമായിട്ടാണ് എന്നാണ്. എന്നാൽ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് ഇമാമിങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം തുഫത്തുൽ മുഹ്താജിന് വ്യാഖ്യാനം എഴുതിയ ഷർവാനി ഇമാമ്, അതുപോലെ തന്നെ നമ്മളൊക്കെ പള്ളിദിർ സൗദി പഠിക്കുന്ന തെർശീഹിൻ്റെ മുസന്നിഫ് ഇയാനത്തു തോലിബീൻ, അതടക്കമുള്ള വേറെയും ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ, ഇമാം സുയൂത്തി അടക്കമുള്ള വലിയ മഹാന്മാർ, ഇവരൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സംഭവം, ഈ നാസിറുദ്ദീൻ ദിമഷ്കിയുടെ ഈ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് മഹത്തുക്കൾ, പിൽക്കാലത്ത് വന്ന ഒരുപാട് മഹത്തുക്കൾ നാസിറുദ്ദീൻ ദിമഷ്കി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഈ പദ്യശകലം കൊടുത്തുകൊണ്ട് എല്ലാവരും പറഞ്ഞു നബിദിനം ആഘോഷിക്കാം എന്ന്. അതൊരുപാട് തെളിവുകളുണ്ട്. പക്ഷേ സാക്ഷാൽ നസീർ മൗലവി അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കി നിങ്ങൾ. തൂല ഉംരിഹി ബി അഹ്മദ മസ്റൂറൻ വകാന മുവഹിദ. അതിൻ്റെ അർത്ഥമൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. യുഖഫഫു അൻഹുവിൻ്റെ അർത്ഥം മാത്രം പറയാം. യുഖഫഫു അൻഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
അദ്ദേഹത്തിന് ലഘൂകരിക്കപ്പെടുന്നു, നരകശിക്ഷ ലഘൂകരിക്കപ്പെടുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു ആൾ പാടിയതാണ്. ആ പാടിയ ആൾക്ക് പെശകി. അദ്ദേഹം ഒരു പണ്ഡിതനായിരിക്കാം, അദ്ദേഹം ഒരു നല്ല ആളായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന് അതിൽ പെശക് പറ്റി. ആ പാടിയത് തെറ്റാണ്, പക്ഷെ അദ്ദേഹത്തിന് അതിൽ പെശക് പറ്റി. ആ പാടിയത് തെറ്റാണ്, പക്ഷെ അദ്ദേഹത്തിന് അതിൽ പെശക് പറ്റി. ആ പാടിയത് തെറ്റാണ്, പക്ഷെ അദ്ദേഹത്തിന് അതിൽ പെശക് പറ്റി. ആ പാടിയത് തെറ്റാണ്. അദ്ദേഹത്തിന് പിശക് പറ്റി എന്നാണ് പറയുന്നത്. നാസറുദ്ദീൻ ദിമഷ്കി എന്ന പണ്ഡിതന് പിശക് പറ്റി. ആര് പറയുന്നത്? നസീർ മൗലവി. ഇദ്ദേഹത്തിൻ്റെ പിശകുകൾ എന്തെല്ലാം ഉണ്ട് നമ്മൾ കാണിച്ചു തന്നാലോ? ഒരുപാടുണ്ട് ഇദ്ദേഹത്തിന് പിശകുകൾ. ഞാനത് പറയുന്നില്ല. നാസറുദ്ദീൻ ദിമഷ്കി എന്ന പണ്ഡിതന് പിശക് പറ്റി എന്നാണ് പറയുന്നത്. എന്നാൽ നാസറുദ്ദീൻ ദിമഷ്കി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പദ്യശകലം ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് ഇമാമിങ്ങൾ പിൽക്കാലത്ത് അവരുടെ കിതാബുകളിൽ നാസറുദ്ദീൻ ദിമഷ്കിൻ്റെ ഈ പദ്യശകലം കൊടുത്തിട്ടുണ്ട്. തുഹ്ഫയ്ക്ക് വ്യാഖ്യാനമേത ഷെർവാനി ഇമാം കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ പിൽക്കാലത്ത് വന്ന ഒരുപാട് ഇമാമിങ്ങൾ നാസറുദ്ദീൻ ദിമഷ്കിയുടെ വാക്ക് കൊടുത്തു. ഈ പദ്യശകലം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നബിദിനം കൊണ്ടാടാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാം എന്നതിന് ഈ പദ്യശകലം ഒരുപാട് ഇമാമികൾ തെളിവാക്കി. ഒരാളും പറഞ്ഞിട്ടില്ല നാസറുദ്ദീൻ ദിമഷ്കിക്ക് തെറ്റുപറ്റിയെന്ന്. ഒരാളും പറഞ്ഞിട്ടില്ല. ഒരാളും തന്നെ ഈ നാസറുദ്ദീൻ ദിമഷ്കിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് നാസറുദ്ദീൻ ദിമഷ്കി റളിയല്ലാഹു അൻഹു തള്ളി പറയുന്ന ഒരാളെ കാണുന്നത്. മലയാളി, ഒരു വിവരമില്ലാത്ത സലഫിയാണ് ഇദ്ദേഹം. ഇദ്ദേഹമാണ് പറയുന്നത് നാസറുദ്ദീൻ ദിമഷ്കിക്ക് തെറ്റുപറ്റി എന്നുള്ളത്. ഒരു ഇമാമും നാസറുദ്ദീൻ ദിമഷ്കിയെ തള്ളി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, ആരാ നാസറുദ്ദീൻ ദിമഷ്കി റളിയല്ലാഹു അൻഹു? ഒരുപാട് കിതാബുകൾ എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ലിസ്റ്റ് നോക്കിയാൽ തന്നെ ഇദ്ദേഹം ഇത്ര വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ ഒന്ന് രണ്ട് കിതാബുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നാസറുദ്ദീൻ ദിമഷ്കി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബുകൾ ഒന്ന് നോക്കൂ നിങ്ങൾ, ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ മൗലിദുൻ നബവി. അൽ മൗലിദുൻ നബവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മൗലിദ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ തൗലീഹുൽ മുസ്തബഹ് ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ്. മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഇഫ്തിതാഹുൽ ഖാരി ലി സ്വഹീഹുൽ ബുഖാരി. കുറഞ്ഞ പേജുകളുള്ളൂ. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മൗലിദു സ്വാദി ഫി മൗലിദുൽ ഹാദി, നമ്മൾ ഉദ്ധരിച്ച ബെയ്ത്തുൽ കിതാബ്. അപ്പോൾ ഇതല്ലാത്ത വേറെയും ചില മൗലിദ് കിതാബുകളുണ്ട്. മിൻഹാജുസ് സലാമ ഫി മീസാൻ യൗമിൽ ഖിയാമ ഒരു കിതാബിന് പേരാണ്. കിതാബുൽ അഖ്ബാർ ബി വഫാത്തിൽ മുഖ്താർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട കിതാബാണത്. ബുർദുൽ അക്ബാദ് അൻ ഫഖദിൽ ഔലാദ് ഒരു കിതാബാണ്. റദ്ദുൽ വാഫിർ എന്നൊരു കിതാബുണ്ട് അദ്ദേഹത്തിന്. വന്നുഖത്തുൽ അസരിയ അൻ ലഹാദിസിൽ ജസ്രിയ ഒരു കിതാബാണ്. ബദീഅത്തുൽ ബയാൻ അൻ മൗത്തിൽ അയ്യാൻ മറ്റൊരു കിതാബാണ്. നെല്ലുമുൻ അദ്ദേഹത്തിന് അത്തിബിയാൻ ലി ബദിയത്തുൽ ബയാൻ ഒരു ബെയ്ത്ത് കിതാബാണ്. അതിന് ഷർഹും ഉപ്പറ എഴുതി തന്നെ, അതിന് ഷർഹും അദ്ദേഹം എഴുതിയത് തന്നെയാണ്. അതിൻ്റെ വ്യാഖ്യാനവും ഉപ്പറ എഴുതിയത്, ആ കിതാബും അദ്ദേഹം തന്നെ എഴുതിയതാണ്. വേറൊരു കിതാബിന് അൽ-ഫുദുൽ മുക്കറം ബി ഫളിൽ ആശുറായിൽ മുഹറം എന്നൊരു കിതാബ്. ബവായിസുൽ ഫിക്റ ഫി ഹവാദിസിൽ ഹിജ്റ വേറൊരു കിതാബാണ്. ഉഖൂദുദ് ദുറർ ഫി ഉലൂമുൽ അസർ മറ്റൊരു കിതാബാണ്. ഹല്ലുൽ ഉഖൂദിദ് ദുറർ മറ്റൊരു കിതാബാണ്. ഉലൂമുൽ അസർ അത് വേറൊരു കിതാബാണ്. അൽ-ലഫ്ളുർ റായിഖ് ഫി മൗലിദ് ഖൈറുൽ ഖലായിഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പറ്റിയുള്ള മറ്റൊരു കിതാബാണത്. അൽ-ഇഅ്ലാം ബിമാ വഖഅ ഫി മുസ്തബഹി ദഹബി ഫിൽ ഔഹാം അതൊരു കിതാബാണ്. റഫ്ഉൽ മലാം അൻ മൻ ഖഫഫ വാലിദൽ ബുഖാരി മുഹമ്മദ് ബിൻ സലാം ഒരു കിതാബാണ്. റുബുൽ ഫറ ഫി ശർഹി ഹദീസ് ഉമ്മുസ്സറ ഒരു കിതാബാണ്. സിറാജുൽ വഹാദ് ഫി ഇസ്ദിവാജിൽ മിറാജ് മറ്റൊരു കിതാബാണ്. അൽ ഇത്ഹാഫ് ലി ഹദീസി ഫദിൽ ഇൻസാഫ് ഒരു കിതാബാണ്. തൻവീറുൽ ഫിക്ര ലി ഹദീസി ബഹ്സ് ബിൻ ഹക്കീം അൻ ഹസ്രത്തിൽ അൻ ഹുസ്നിൽ അശറ അത്തർജീഹു ലി ഹദീസ് സ്വലാത്ത് തസ്ബീഹ് ഇങ്ങനെ കിതാബാണ്. വേറെ കിതാബാണ്. ഇങ്ങനെ ഒരുപാട് കിതാബുകൾ എഴുതി മഹാനാണ് ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ദിമഷ്കി റളിയല്ലാഹു അൻഹു. ഹിജ്റ 842 മഹാന വഫാത്താവുന്നത്. അദ്ദേഹം ഒരു താരീഖ് പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്, ഫഖീഹുമാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സഹാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, തസാനീഫ ഹസന. കത് സൊന്നഫ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കത് സൊന്നഫ തസാനീഫൻ ഹസൻ, കത് സൊന്നഫ തസാനീഫ ഹസന. അങ്ങനെ സുയൂത്തി ഇമാം അടക്കം അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട നാസിറുദ്ദീൻ അദ്ദിമശ്ഖി റളിയല്ലാഹു അൻഹു. ഈ പണ്ഡിതനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട സാക്ഷാൽ നസീർ മൗലവി തള്ളിപ്പറയുന്നത്, സ്വീകാര്യമല്ല, അദ്ദേഹത്തിന് പിഴച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് സദസ്സുകൾ, നബിദിനാഘോഷങ്ങൾ, ഇതെല്ലാം തെറ്റാണ്, ഇതെല്ലാം ഇസ്ലാമികമല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള മൗലവിമാരുടെ, സലഫികളുടെ, വഹാബികളുടെ പരിശ്രമം മാത്രമാണ്, വിഫലമായ പരിശ്രമം മാത്രമാണ്. എന്നല്ലാതെ തെളിവിന് പിൻബലമില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഇമാമിങ്ങളെ തള്ളുകയും ഇമാമിങ്ങളെ കൊച്ചാക്കുകയും ചെയ്യുന്ന ശൈലിയാണ് എല്ലാ സലഫികളും സ്വീകരിക്കാറുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ട സാക്ഷാൽ നസീർ മൗലവി. അദ്ദേഹം പറഞ്ഞത് ഈ നാസിറുദ്ദീൻ ദിമശ്കി റളിയല്ലാഹു അൻഹു പിഴച്ചു എന്നുള്ളതാണ്. ശേഷം പിൽക്കാലത്ത് വന്ന ഒരു പണ്ഡിതനും നാസിറുദ്ദീൻ ദിമശ്കി റളിയല്ലാഹു അൻഹു പിഴച്ചു എന്നത് ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല, അടുത്ത കാലത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് സാക്ഷാൽ കേരളത്തിലെ സലഫി നേതാവായ, വഹാബി നേതാവായ നസീർ മൗലവി മാത്രമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സലഫികളുടെ, വഹാബികൾ ഇതൊക്കെ പറയുന്നത് അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം ആഘോഷിക്കാൻ പാടില്ല, തെറ്റാണ് എന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അവർക്ക് ഒരു തെളിവുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സലഫികളുടെ കെണിവലയിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.